ഇനി മൊത്തം പുൽമേടാണെന്നാ പറഞ്ഞേ. കാണാനും ഉണ്ട് പുൽമേട് പോലൊക്കെ. ഫുള്ളായിട്ടും പുൽമേടായിട്ടില്ല. ആ കുന്തവാ, അത് കുനിഞ്ഞിരിക്കൂടെ, കാണത്തില്ല. നിന്നെ അത് കാണും, പക്ഷെ നീ അതിനെ കാണൂല. ആനയെ പോലും നീ കാണത്തില്ല. അപ്പുറത്തോട്ട് നോക്കിയ മരങ്ങളുടെ കളർ വ്യത്യാസം പല പല പച്ച. ലൈറ്റ് പച്ച, ഡാർക്ക് പച്ച, പച്ചത്തത്ത, അല്ല പച്ചത്തത്തയല്ല, തത്തപ്പച്ച. നമ്മൾ പുൽമേടിൽ കേറിയോ? എടാ ഇത് പുൽമേടാണോ? ഗൈസ് ഫൈനലി നമ്മൾ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളെ ഏറ്റവും പോരല്ല എന്നുള്ള പേടി മാറി കിട്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ അവർ ഓവർടേക്ക് നമുക്ക് ഓവർടേക്ക് ചെയ്യണോ? ചെയ്യാം, ഓവർടേക്ക് ചെയ്യാം, ഓവർടേക്ക് ചെയ്യാം. ഓവർടേക്ക് ചെയ്യടാ, എന്നിട്ട് പിന്നെ ബാക്കിലാവാം. എന്ത്? ആ മോനെ ഭയങ്കര വലിയ വെള്ളച്ചാട്ടം. കാരണം തീ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ കത്തിച്ച് കളയുന്നേ കുറച്ച്. അതാ കണ്ടോ, ഇതാ അവർ പറഞ്ഞ പുൽമേട്. ഓ അങ്ങോട്ടൊക്കെ നോക്കി. എൻ്റെ അതിനെന്താ സംശയം? വെസ്റ്റേൺ ഗട്ട്സ് അടിപൊളിയാ. ഗായത്രിക്ക് ഇപ്പോൾ ലക്ഷ്യമുള്ളൂ, അവർ ഓവർടേക്ക് ചെയ്യാം. NCC മൈൻഡ് ഓൺ. നമ്മളങ്ങനെ പുൽമേട്ടിൽ കൂടെ നടന്ന് ഏതോ ഒരു പൊക്കത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാ അവരെല്ലാം വരുന്നുണ്ട്. അങ്ങോട്ട് വ്യൂ രക്ഷയില്ല. നോക്ക്, ഇതേ പേപ്പറിടാം ദോ ബാക്കിൽ. ഓ ഒരു രക്ഷയില്ല, വ്യൂ അടിപൊളി. നോക്ക്, നമുക്ക് കയറേണ്ടത് അങ്ങോട്ടാന്ന് തോന്നുന്നു. അവിടെ അഗസ്ത്യമല, ആ മേഘം മൂടി കിടക്കുന്ന അഗസ്ത്യമലയല്ല, അതിൻ്റെ ബാക്കിലോട്ട് ആ മല, വലിയ മലയുണ്ട്. മഞ്ഞ് എന്തുവേലും വലിയ പ്രശ്നമാവത്തില്ല. ആ സമയത്ത് അത് ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. 11 മണി 12 മണി ആകുമ്പോഴത്തേക്ക്. ഗൈസ് അത് കണ്ടോ, സൂം ചെയ്തിട്ടുണ്ട്. ഇതാ അങ്ങനെ സൂം ചെയ്തതാ. അതായത് കണ്ടോ, വെള്ളം വീണിട്ട് ഇതായിട്ട് പോവാ, ഫോഗ് പോലെ ആയി പോന്ന്. കണ്ടോ, ഇങ്ങനെ സ്കാറ്ററായി പോകുന്നത്. വെള്ളം വീഴുന്നു, സ്കാറ്ററായി പോകുന്നു. അപ്പുറത്ത് വേറൊരു നൈസ് വെള്ളച്ചാട്ടമുണ്ട്. അതെവിടാ അത്? അതോ അത് നല്ല രസമുണ്ട്. റെഡ് കളർ അല്ല, അവളതെടുത്ത് മുറിവ് വരച്ചാ. ഒന്ന് കാണിച്ചേ. അതാ എല്ലാം ഇതുപോലെ അങ്ങ് തട്ടി വിടുക. ചുവന്ന മഞ്ഞളുണ്ട്, അത് കൂളി നോക്കണം. പിന്നെ നമ്മൾ എത്ര 3 മണി വരെ സംസാരിച്ചിട്ടുണ്ട്. 5 മണിക്ക് എത്തിയില്ലേ? 5 രോഹിത്തിനെ രാവിലെ വിളിക്കും. ആ വരുക. ഹലോ, നിന്നെ 2 പ്രാവശ്യം
വരുവാന്ന് പറഞ്ഞു. ആദ്യമേ നീ എടുത്തില്ല, അതാ നീ എടുത്തില്ല, ആരും എടുത്തില്ല. നീ ഇറങ്ങി തിരിച്ചെടുത്തിട്ട് പറഞ്ഞ് നടന്നോണ്ടിരിക്കുവാന്ന്. ഞാൻ അന്നേരം അങ്ങോട്ട് വന്നുള്ളൂ, ഇവിടെ വീട്ടിലോട്ട് വന്നേ ഉള്ളു. അല്ലല്ലേ? ആ എല്ലാം എണീറ്റ് ഒറ്റയ്ക്ക് ഒരുങ്ങി എല്ലാം കഴിഞ്ഞിട്ടാ നമ്മളെ വിളിച്ചോണം. അത് എനിക്ക് തള്ളല്ലോ, എനിക്ക് ബാത്റൂം കിട്ടുമല്ലോ. പലതുള്ളി പെരുവെള്ളമാണല്ലോ ഇന്ന്. കുറച്ച് നമ്മളെ കുപ്പിയിൽ വെച്ചു കയറ്റം കയറുന്ന വരുന്നുണ്ട്. അവിടെ ആ പുൽമേട് തെളിഞ്ഞിറങ്ങുന്ന സ്ഥലം അങ്ങോട്ടാന്ന് പോകണ്ടത്. അതാണ് മുട്ടിടിച്ചാമല. മുട്ടിടിച്ചാമല അവിടെ താഴെന്ന് പറഞ്ഞില്ലേ, മുട്ടിടിക്കുമെന്ന്. അതാണ് ആ സ്ഥലം, ആ സ്പോട്ട്. അവിടെ നിന്ന് കുറച്ച് അടുത്തുണ്ട്. ഇങ്ങനെ കറങ്ങിയായിരിക്കും അല്ലേ? കേക്കട്ടെ, നല്ലതാ. താങ്ക് യു. ആ ചുവന്നുരുപ്പിട്ട് ഏട്ടൻ പറഞ്ഞ് മുടി വെട്ടിക്കുന്ന കാണാൻ കൊള്ളാൻ. ഓ, എല്ലാവരും കൊള്ളത്തിലാന്ന് പറഞ്ഞിരുന്നേ. സന്തോഷി. പിന്നെ നിങ്ങൾ മണ്ടന്മാരാ, ഞങ്ങൾ എളുപ്പ വഴിയില്. ഞങ്ങൾ അവർക്ക് വെള്ളം കൊടുത്ത് സഹായിച്ച്. സ്ട്രാറ്റജീസ്. അതെ, കുഴി ഇവിടെ എൻ്റെ അടുത്താ. നടക്ക്. ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് ഭയങ്കരമായിട്ട് ക്വാർട്സ് പിടിക്കുന്നു. എൻ്റെ മോനെ, വ്യൂ നോക്ക് ഗൈസ്. അയ്യോ എടാ, ഞാൻ വ്യൂ കാണിക്കാൻ വേണ്ടിയിരുന്നയാ. ഹലോ എടാ, നോക്കടാ. ഇല്ല എടാ, നോക്ക് വ്യൂ. മാറി നിൽക്ക്. എന്താ വ്യൂ. വീടിന് പന്ന കാര്യമൊന്നുമില്ല, വീഴണം. മുട്ടിടിച്ചാ തേരി. ഇപ്പം സമയം 4:45. ഞാൻ പറയട്ടെ, നമുക്ക് നിർത്തി പോകാം. കാരണം അവിടെ എത്തി അവർ വിടൂലെന്ന് പറഞ്ഞ പുള്ളി. ഇനി 2.5 കിലോമീറ്റർ കൂടി ഉണ്ട്, നമുക്ക് മെല്ലെ മെല്ലെ കയറാം. അല്ല, ഏറ്റവും മെല്ലെ നമ്മൾ കയറുന്നേ.
ഓ ക്യാമറ വന്നപ്പോൾ സ്പീഡ് കൂടിയില്ലേ? ക്യാമറ വന്നാൽ സ്പീഡ് കൂടും. അല്ലെങ്കിൽ അവിടെ ഇരിക്കും. എല്ലാ ചോറിവണത്തിലും പോയി കയറി കാണും. അല്ല ഷൂവിനെ തൊടാൻ കയറിയോ? ഷിറ്റ്, അമേസിങ്. തൊടെ കൂടെ വെള്ളം പോകത്തില്ല. കേറാൻ വേണ്ടിയുള്ളതാ. വെള്ളം കയറാൻ വേണ്ടിയുള്ള വെള്ളം കേറാൻ വേണ്ടി ഇറങ്ങത്തില്ല. അഗ്രേറ്റ് ഇന്റലിജൻസ്. ലൈക്ക്ഡ് ബൈ ഷൂയി വെള്ളം കയറി ഗൈസ്. ഒരെണ്ണമില്ലേ, ഒരെണ്ണത്തിന് മതിയില്ലല്ലോ. അങ്ങനെയെങ്കിലും ആശ്വസിക്കും. വീണായിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ എത്ര പ്രാവശ്യം വീണ്. അത് എടാ അത് നമ്മുടെ സീനറിയെ കാണുമ്പോൾ ഇരുന്ന് വീഡിയോ എടുക്കണം. അപ്പോൾ നല്ല സ്റ്റെബിലിറ്റി കിട്ടും. നടക്കൂ. ഇവിടെ നല്ല അന്തരീക്ഷത്തിന് തണുപ്പുണ്ട്. ഓ ഇത് സീൻ സ്ഥലം കേട്ടോ. അതെന്തിനാടാ വടി? ആ വടി പക്ഷെ ഇത് കറക്റ്റാ. ഇപ്പൊ ഹൈറ്റ് കറക്റ്റാ. കുനിഞ്ഞ് കുനിഞ്ഞല്ലേ നമ്മളിപ്പോ കയറുന്നത്. കുത്തിക്കാണ് അവിടെ നോക്കിയപ്പോ മനസ്സിലാവും. തല തിരിച്ച് ഫ്രണ്ടിൽ കയറിയാൽ ഒന്നും കാണത്തില്ല ക്യാമറയിൽ. എന്തു പോയെ? ഉയ്യോ കയറി വന്ന സ്ഥലം കണ്ടോ? അങ്ങോട്ട് ആട്ട് നോക്ക്. എതുവരെ കയറി നമ്മള്. ആ ഇത് നോക്കിയാ മരം നോക്കി, മൊത്തം കൂണ് ഫംഗസ് മരം. അവിടെ ഇനിയും കയറാനുണ്ടല്ലോ കുറെ. പോട്ടെ. തെറ്റാൻ വേറെ വഴിയൊന്നും ഇല്ലല്ലോ ഇതിന്. ഹൈറ്റിലോട്ടല്ലേ കയറണ്ടേ? നമ്മുടെ ഹൈറ്റിലോട്ടല്ലേ കയറുന്നേ.
യെസ്, സിംപ്ലി സ്പീക്കിംഗ് വഴി കറക്റ്റാ. അപ്രൂവൽ അപ്രൂവൽ. മുട്ടിടിച്ചാ സ്വാമി അപ്രൂവ് ചെയ്തു. കേറില്ല, അത്രയും കൂടി കയറാം. ആ ഒരു വളം കൂടി കഴിഞ്ഞിട്ട് ആയില്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ പിന്നെ എന്ത് ചെയ്യുന്നത്? ഇനി എന്തിനാ ഹോൾട്ട്? അല്ല പാവത്തിന് അവിടെ പാറയ്ക്ക് സപ്പോർട്ട് എടുക്കില്ലേ. വേറെ ഇതാണ് തൊട്ടപ്പുറത്തടാ. ഓ, ഘോരവനം. ആ ഹിപ്പോപ്പൊട്ടാമസിന് ഇട്ടുണ്ട്. ശരിയാ. ഇത് കണ്ണ്, ഇത് വായി. എടാ വേരിഫിക്കേഷൻ ആടെ വരുന്നത്. അപ്പുറത്ത് നോക്ക്. ആ അല്ല, അവൻ വരുന്നു. ഒരു കണ്ണ്, ഇതൊരു വാ പോലെ, ഇത് കണ്ടോ നെക്ക്. ഇതിനെ പോലെ ഇപ്പൊ പൊട്ടോമസ് തന്നെ. അത് ഞാനല്ലേ ആദ്യം പറഞ്ഞേ. എനിക്കുണ്ട് ഒരു മൃഗത്തെ പോലെ. അവന് വിഷമായി. അവിടെ നിന്ന് കൈ വെക്കണ്ട. ഇപ്പോ കാടെന്ന് പറഞ്ഞാൽ നടന്ന സ്ഥലമാണ്. തമിഴ്നാട് അപ്പുറത്ത് സൈഡല്ലേ? അങ്ങോട്ട് ചാടിയാലോ? ഓണക്കാട് ഇപ്പോഴാണ് അത് എനിക്ക് തോന്നില്ല, അത് വേറെ റൂട്ട്, അതുകൊണ്ട് അങ്ങോട്ട് വഴി വെച്ചിരിക്കുന്നു. 46 കിലോമീറ്റർ ബെയർ ഫൂട്ട്. അലുവിയോ കേട്ടില്ല. നിനക്ക് പറ്റാറേ ഇല്ല. ചേ, ആ പ്രോസസ്സിങ് മാത്രമേ ഉള്ളൂ. അതങ്ങനെ ആരും കളിയാക്കില്ല. ഇവിടെ റേഞ്ച് കുറവുള്ളതല്ല. കൊതുകുണ്ട് കേട്ടോ. വൈകുന്നേരമാണ്. പക്ഷിയല്ല, പക്ഷിക്ക് ഇത്രയൊന്നും വരില്ല. എടാ മറ്റേ വേഴാമ്പലിന്റെ ഒക്കെ എത്രയോ കിലോമീറ്റർ കേൾക്കും. മൃഗം, ഇത് മൃഗം. മൃഗമല്ല, മൃഗം എന്തിനാ? ബേഡാണ്, ബേഡാ. നല്ല പിച്ചുണ്ട്. മൃഗം മൃഗം. ഇതിന് ബാസ് ഉണ്ടാവും. മാനെന്ന് തോന്നുന്നു. മാനോ? ഇതെന്ത് സ്ഥലം? ഭയങ്കര നിഗൂഢത നിറഞ്ഞ സ്ഥലം. കൊണ്ട് കുഴിച്ചുമൂടാൻ പറ്റിയ സ്ഥലം. എനിക്ക് എന്തായാലും ഫോൺ ഇപ്പോഴും 70 കിടപ്പുണ്ട്. എനിക്ക് 90 കാണും. എനിക്ക് 98. അത് ഇടയ്ക്കിടയ്ക്ക് പറയാൻ പറ്റിയ തീർക്കട്ടെ. വെയിറ്റ് കുറയ്ക്കും അവൻ. എനിക്ക് എന്തൊക്കെ വെയിറ്റ് ഉണ്ട്. ആ അതെടുക്കും. കുറച്ച് മുസലി ഇട്. നീഡ് എനർജി. കണ്ടെയ്നർ തുറന്നുവിട്. ക്യാഷ് തീർന്നടാ. ക്യാഷ് നമ്മളിലുണ്ട്. അതിട്, എനിക്ക് ക്യാഷും ഡേറ്റും നടക്ക് വെച്ച്. ചോദിച്ചു നമുക്ക് ക്യാഷ് വെച്ചു. അങ്ങനെ നമ്മുടെ ഉള്ളത് കണ്ടെയ്നർ. നമ്മളാണ്ട നീ ഞെട്ട് റിച്ചാണ്. ഇടയ്ക്കിടയ്ക്ക് ആദ്യത്തെ റൂമിൽ വരും. അവിടെ കറണ്ട് ഉണ്ടോ?
വെള്ളം ഉണ്ടോ അപ്പോഴൊക്കെ വല്ല പറഞ്ഞ് കൈ വെച്ചെടുക്കും. അത് പൊട്ടിക്കണ്ടേ? അത് പറ്റിയ സ്ഥലമാണ്. ഇതെല്ലാം പറക്കിയിട്ട് അകത്ത് അവിടെ ചെന്നിട്ട് എടുക്കാം. രാത്രി എടുക്കാം, രാത്രി. ആൾക്കാർ ഇങ്ങോട്ട് വന്നോളൂ. അയ്യോ എവിടെ നിന്ന് വന്ന സാധനം? ദുബായിൽ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങി ഇങ്ങനെ കൊണ്ടുവന്നില്ലേ, എന്നിട്ട് ഇവിടെ കൊണ്ട് വാങ്ങി കുഴിച്ചിട്ടാണ്. അങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ കാർഡിൽ സത്യമായിട്ടുള്ള കാര്യമാണ്, അവർ പറഞ്ഞ കാര്യമാണ്. അവർ ഈ കാർഡിൽ അപമർത്തി കുറെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവര് അങ്ങളൊക്കെ സർവീസ് കാരണം മാവോയിസ്റ്റ് സീന് ഭയങ്കരമായിരുന്നു അവിടെ. ഇവര് വയനാട് അവരിങ്ങനെ പോകുമ്പോൾ ഒരു മലയിൽ നിന്ന് അപ്പുറത്തെ മല സൗണ്ട് കേട്ടിട്ട് ഇവർ അങ്ങോട്ട് പോകും. പക്ഷെ ഇവർക്ക് ഇലൂഷൻ പോലെ അടിക്കും. കൊച്ചിനമ്മ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നതും ഇങ്ങനെ കളിപ്പിക്കുന്നതൊക്കെ അതുണ്ട്. അപ്പൊ ഈ ആദിവാസികൾ എന്ത് ചെയ്യുന്നറിയോ, അവർ മൂത്ര വെച്ചിട്ട് മണ്ണ് എടുത്തിട്ട് എറിയും. എന്നിട്ട് അവരെ പേടിക്കുന്നില്ല. ലൈക്ക് അവരുടെ ഇലൂഷൻ മാത്രമാണത്. സഫാരിയിൽ വന്നായിരുന്നു ഞാൻ കണ്ടു. അങ്കിള് പറഞ്ഞ കാര്യം മൂത്രം വെച്ചിട്ട് മണ്ണെടുത്ത് ആരെ അറിയും? ലൈക്ക് ആ കാണുന്ന സാധനത്തിന് എന്തോ നമ്മളിവിടെ ഇരിക്കുന്നു, അവിടെ ഇപ്പം ഒരു അമ്മയും കുഞ്ഞും ഒരു കൊച്ചിനെ കുളിപ്പിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു അങ്ങനെ അപ്പൊ അവരെ നോക്കി മൂത്രം ഒഴിക്കുവോ? അവിടെ ഇല്ല. ഇത് ശരിക്കും ഉണ്ടെന്ന് വിചാരിച്ചു നോക്കിയേ. മണ്ണ് എടുത്തിട്ട് എറിയും. ശരിക്കും അമ്മയും കുഞ്ഞുണ്ടെങ്കിൽ എല്ലാരും നേരം നിന്നിട്ട് ആ ഓക്കെ. അല്ല, അത് അവര് ചെയ്യുന്ന അവർക്ക് പേടിയില്ലാന്ന് കാണിക്കാൻ വേണ്ടി ഇതിനെ. ഇവിടെ വെള്ളമുണ്ടോ? പിന്നെ അവര് എപ്പോഴും ഒരു ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ നോക്കും. എന്തെങ്കിലും കുടിക്കും രാത്രിയൊക്കെ കാട്ടിൽ പോകുമ്പോ. എന്തിന്? അതുകൊണ്ടാ അവരിങ്ങനെയൊക്കെ കാണുന്നേ അല്ലേ? അത് രാവിലെ കാണുന്നത്. അരിവെള്ളം തീരുന്നു. അതാ അടുത്ത കുപ്പിയിലുണ്ടല്ലോ, ധനുഷിന്റെ കുപ്പിയില്ലേ? തീർന്നു. എന്റെ 2 കുപ്പിയിലുണ്ടാ. ഞാൻ തീർത്തേ. അത് ഞാൻ മറ്റേ പൊക്കിയടിച്ച് തന്നെ കൊടുത്തായിരുന്നു അർജുൻ സീസറിന് മുടി വെട്ടണം. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന അത് സൂക്ഷിക്കണം കേട്ടോ. എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാൻ എന്റെ ഉടുപ്പ് രോഹിത്തിന് വരും. എന്റെ ഉടുപ്പ് രോഹിത്തിന് വരും. എടാ, ഈ വെള്ളത്തിന് കുറച്ച് കട്ടിയുണ്ടേ, മറ്റു വെള്ളത്തിന് ലൈറ്റ് ആണ്. എന്തൊക്കെയോ പറയുന്നു. ഒന്നും അറിയാനുള്ള കഴിവൊന്നും മനുഷ്യർക്കില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കുടിക്കുന്ന സമയത്ത് ഹാർഡ് വാട്ടർ ഒന്നും അറിയാൻ പറ്റത്തില്ല. മറ്റേ സോപ്പ് തേക്കുമ്പോ പതയെന്ന് വെച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കുടിക്കുമ്പോഴൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നത്? അല്ലാണ്ട് വ്യത്യാസം കാണുമല്ലോ. ഓർമ്മയ്ക്കാണ് ഇതിന്റെ അകത്ത് വെച്ചാലോ. ഇത് വേണം ഇവിടെ വെള്ളം വെച്ചോ. ഞാൻ അടുത്ത പ്രാവശ്യം സീസൺ ആവുമ്പോൾ സീസൺ പോരെ, ഓ സീസൺ ആണോ? സീസൺ പോരെ. റിസ്ക് അല്ലേ? ഞാൻ എല്ലാ എൻ്റെ നിന്ന് ലീവ് എടുത്ത് വരാം. ഫൈനൽ ഇയർ ആകുമ്പോൾ പിന്നെ ഒരു സീനും ഇല്ല, മൊത്തം അവധിയാ. അടുത്ത ട്രിപ്പ് ഉണ്ട്. എവിടെ? അല്ല, നമ്മളെല്ലാരും അല്ല, ഇതിവിടെ കെട്ടി വെക്കാൻ. നമുക്ക് തിരിച്ചൊന്നും കാണാൻ നോക്കാം. വെക്കി വെക്കി. അയ്യോ, ഈ മരം നോക്ക് ഗൈസ്, നല്ല രസമില്ലേ? അതിൻ്റെ DNA പോലെ മൊത്തം കുഴി. താഴെ ഇറങ്ങണ്ടേ കുറച്ച്? അത് കൊള്ളായിരുന്നു. അഗ്രഹിച്ച് ഇന്ന് ഏറ്റവും നല്ല ചെടി. അഭിലാഷ് എന്നും പറഞ്ഞു പോകും. അഭിലാഷ് അല്ലല്ലോ, സുഭാഷ്. സോറി. അവൻ ജീവനോട് ഇരിപ്പുണ്ട്, അതാണ് അതിശയം. ആണ്, അവന് ജീവനുണ്ട്. ആ പോസ്റ്റ് ഇടിക്കുന്നവനോ? അവൻ കോമയിലായിരുന്നു, പക്ഷെ അവന് പിന്നെ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. എടാ അതെന്ത് മനുഷ്യനടാ? അവിടെ കണ്ടോ സൺറൈസ്? സൺറൈസ് അല്ല, സൺസെറ്റ്. അവിടെ പോയി നല്ല ഫോട്ടോ ഇട്ടു. അതൊന്നും ഇല്ല. കിട്ടും നല്ല ഫോട്ടോ ഇട്ടു. നമ്മുടെ മുഖത്ത് ലൈറ്റ് അടിക്കും. എനിക്ക്
ഇതിനെന്താ NCC ഓട്ടോ ആണ് ഇത്. കൈ മടക്കാൻ പറ്റൂടാ, അഗ്രഹിച്ച് കൈ മടക്കാൻ പറ്റും ഓടുമ്പോ. എന്താ അട്ട അടിച്ചോ? പേടിയാവുന്നു എനിക്ക്. ഇതൊക്കെ ഈ മരിച്ച ആൾക്കാരുടെ ഇതാണോ പണ്ടത്തെ എടാ പോടാ. അല്ല ഇതേപോലെ ഉണ്ട്, നോക്കി ഇരിക്കുന്നുണ്ടോ? എന്തുവാടാ എടാ ശരിയാണല്ലോ. ഇവിടെ ഇതൊരു ഇംഗ്ലീഷിനകത്തൊക്കെ ഈ തൊടുമ്പോ ഇത് നമ്മുടെ കല്ലായി പോവും ആദ്യത്തെ സാധനം. അല്ലട്ടോ, ഇത് ആരോ കല്ലെടുത്തിന്റെ മണ്ടയിൽ വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഇതിങ്ങനെ കല്ലിങ്ങനെ പൊട്ടി പൊട്ടി ഷേപ്പ് ആവുന്നു. അയ്യോ ദൈവമേ, ചേട്ടാ നമ്മൾ ചെരുപ്പിട്ട് അധികം അങ്ങനെ കയറണ്ട. വളയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്തോ അതായത് കാണികളെ അമ്പലമായിരിക്കും ഇത്. കണ്ടോ, അതുണ്ട് പ്രതിഷ്ഠകള ഇതെല്ലാം. കണ്ടോ ഒരുപാടുണ്ട്. ഇത് അവിടെയൊക്കെ ഇതെന്ത് ചെയ്യാൻ കല്ലെടുത്ത് ചാരി വെച്ചേക്കുന്നു? അല്ല വർഷങ്ങൾക്ക് മുമ്പ് കൊത്തി. അതെ, അതൊക്കെ ഫെയ്ഡായി. മഴ നനഞ്ഞ് ഓ ശരിയാട്ടോ. തൊടണ്ട, നമ്മള് പരിഷ്കരികളാണ്. എന്ത് ഞാൻ വിചാരിച്ചു ബാക്കിൽ നിന്ന് വന്നപ്പോ എന്നെ ഒരാള് തള്ളി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു സോറി ബ്രോ എന്ന് പറഞ്ഞപ്പോ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോ നമ്മള് ഞാൻ അടുത്തുള്ള ചെരുപ്പ്. നീ അടുത്താണ് അഗസ്ത്യാർമലയിൽ ചെരുപ്പിടാൻ. അത് കിട്ടിയിട്ടുണ്ട് വീഡിയോയില്. അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം കേട്ടോ. ഒന്നുകൂടെ നല്ലോണം പറഞ്ഞു. ഇതിൽ കിട്ടിയിട്ടുണ്ട് പറ. ഇവരൊക്കെ നടക്കുന്ന കാണുമ്പോ എനിക്കൊരു ആദരവ് തോന്നുന്നു. അപ്പൊ ഇനി അടുത്ത തവണ വരുമ്പോ ഷൂ ഒന്നും ഇടാതെ ബെയർ ഫുട്ടില് ഈ മണ്ണൊക്കെ കൊണ്ട് കണ്ടില്ലേ എന്താ അല്ലേ അതിനങ്ങ് നടക്കുക. ഇതുവരെ ഉള്ള വീഡിയോയില് നീ തന്നെയല്ലേ ഇതും കളഞ്ഞോ മര്യാദ. ഓക്കെ, അഗ്രജ് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അവിടെ ബേസ് ക്യാമ്പ് അവിടെ അമ്പലോ അതോ അവിടെ എന്തോ പ്രതിഷ്ഠയുണ്ട്. എന്തായാലും നോക്കാമല്ലോ. ഇവിടെ ലെഫ്റ്റ് ആണ് റൈറ്റ് ആണ്? ലെഫ്റ്റിലോട്ട് വഴിയുണ്ട് കേട്ടോ. നമുക്ക് പോയി നോക്കാം. എടാ ഇത് ബേസ് ക്യാമ്പ് അങ്ങോട്ടല്ലേ? അഗസ്ത്യാർകൂടം 6 കിലോമീറ്റർ അല്ലേ ഇവിടെ? അപ്പം ഈ ബോഡി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ വഴി ആയിരിക്കില്ല അഗസ്ത്യാർകൂടം. ലോജിക്ക്. സീൻ സീൻ സീൻ. ഞാൻ ആദ്യമായിട്ട് ഒരു ബ്ലോഗിൽ പിന്നെ അഭിനയിച്ചൊക്കെ സാധനം എടുക്കുന്നത്. അഗ്രജ് അഭിനയിച്ചു, രോഹിത് അഭിനയിച്ചു. അഗ്രജ് അഭിനയിച്ച അത് അഗ്രജ് അഭിനയിച്ച കട്ട്. ഞാൻ അഭിനയിച്ച കളയാണ്. നീ അഭിനയിച്ചില്ല, അത് കംപ്ലീറ്റ് ആയില്ല. വേറെ ആരും മിണ്ടിയില്ല, നീ മാത്രമേ മിണ്ടിയുള്ളൂ. മറ്റേ അഭിനയം കൊറേ അഭിനയങ്ങൾ ഉണ്ട് അതിന്റെ ഇടയ്ക്ക്. ഇവിടെയും കുറെ കെട്ടിയിട്ടുണ്ടല്ലോ. ഓ തോണി ചേട്ടാ ദോ അവിടെ താൻ എല്ലാരും കിടന്ന് ഉറങ്ങുന്നതായിരിക്കും. നമ്മള് ഇപ്പോഴേ കിടന്നുറങ്ങാനോ? നോ വേ. മാറ്റാൻ വേണ്ടി കിടന്നു. നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. ഗൈസ് ബേസ് ക്യാമ്പ് എത്താറായിരിക്കുന്നു. നമുക്ക് ഇപ്പൊ തന്നെ പോയി കയറിട്ട് വന്നല്ലോ അഗസ്ത്യാർകൂടം. അവിടെ അതിന് വേണ്ടി ക്യാമ്പ് ചെയ്യാം. ചിലപ്പോ ചീത്ത വിളി കിട്ടും. വേണ്ട, അത് തന്നെ. നാളെ കേട്ടില്ലെങ്കിൽ 1 കിലോമീറ്റർ പോയിട്ട് വന്നാലോ? 1 കിലോമീറ്റർ പോയിട്ടുണ്ടോ? വാ വേറെ എങ്ങോട്ടെങ്കിലും പോണം. ഇവിടെ വെള്ളം എന്തൊക്കെയൊക്കെ ഉണ്ട്. ഓ പിന്നെയും കുളിക്കാം. വാവ്, നീ ഇനി കുളിച്ച അല്ല ഇപ്പൊ പിന്നെയും തണുപ്പായിരിക്കും വെള്ളത്തിന്. നേരത്തെ തന്നെ എന്ത് തണുപ്പായിരുന്നു. ഇല്ല, വെള്ളത്തിന് ലേറ്റൻ ഹീറ്റ് കൂടുതലല്ലേ, തണുക്കൂല. ലൈറ്റ് ഹീറ്റ് അങ്ങനെ വരത്തില്ല, കാരണം അതിന് ഇമ്പ്യൂരിറ്റീസ് കൂടെ ഇതുണ്ടെങ്കിൽ ഏത് മൂഡ് എന്താണ് ആസ്വദിച്ച് വന്നത്. എടീ നീ ഇത് നിർത്തിയില്ലേ? ഇത് ഒരു 10 പ്രാവശ്യം കൂടെ പറ. നമ്മളാണ് ആസ്വദിച്ച് വന്നത്. ബേസ് ക്യാമ്പ് എത്തി ഗായ്സ്.
ബേസ് ക്യാമ്പ് എത്തി ഗൈസ്. കാർമേഘം. ഇതാണ് നമ്മുടെ ബേസ് ക്യാമ്പ്. ഇവരൊക്കെ അപ്പോഴേ എത്തിയതാ. ഉറക്കൊക്കെ കഴിഞ്ഞ് ഗായത്രി